എല്ലാ ചടങ്ങ് കഴിഞ്ഞിട്ടും ഒരു ചടങ്ങ് ബാക്കിയുണ്ടാവും. അതെ, വയറ് നിറയ്ക്കേണ്ട ചടങ്ങാണ് കേട്ടോ. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ഉറപ്പായിട്ടും കഴിക്കാം. പക്ഷെ അതിനു മുൻപേ ഒരു ജോലി ബാക്കിയുണ്ട്. ഓരോരുത്തരായിട്ട് ഓരോ പുതിയ ചടങ്ങും പറഞ്ഞോണ്ട് വരാണല്ലോ. ഇനി എന്താ ബാക്കി? ഇപ്പൊ നോക്ക്. റമി, കരയാണോ? ഇല്ലെന്നേ. മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ചടങ്ങെല്ലാം നീ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് നടന്നില്ലേ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷത്തിൽ കൂടുതലായി. ഇപ്പോഴും നീ എന്നോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാൻ നോക്കുകയാണോ? എനിക്ക് എന്താണ് മനസ്സിലായത്, മനസ്സിലാകാത്തത് അതൊന്നും നോക്കണ്ട. എന്നാ മുഖത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടായാ അത് തീർച്ചയായിട്ടും മനസ്സിലാവും. എനിക്ക് മനസ്സിൽ എന്തോ ഒരു ഭയം തോന്നുന്നു. ഭയമോ? എന്തു പറ്റി ഉറമി? ഇന്ന് നമ്മളെല്ലാരും കൂടെ ചേർന്ന് ചടങ്ങുകളെല്ലാം നന്നായിട്ട് ചെയ്തു. അവള് പ്രായപൂർത്തിയായതിന്റെ ചടങ്ങുകളും കഴിഞ്ഞു. എന്നാൽ അവൾ ഇന്നൊരു ചെറിയ കുട്ടിയല്ല. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. വിഷമിക്കണമെങ്കിൽ അത് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളില്ലേ. ചുമ്മാതെ എന്തിനാ വെറുതെ എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക? സത്യോ, വിഷമിക്കാനാണെങ്കിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതാ എനിക്ക് ഭയം. ശരി, നിന്റെ മനസ്സിൽ എന്താ വച്ചിരിക്കുന്നത് അത് തുറന്നു പറ. അത് ഇതുവരെ ഞാൻ അമ്മു അതിഥി ഇവരുടെ കല്യാണത്തെക്കുറിച്ചായിരുന്നു എനിക്ക് ചിന്ത. കയ്യിൽ എത്ര പറ്റുമോ അത്രയും കാശിനെ ഞാനൊരു കൊടുക്കൽ സ്വരൂപിച്ചു വെക്കുമായിരുന്നു. എന്നാൽ എന്റെ മനസ്സിൽ അഞ്ജു ചെറിയൊരു കുഞ്ഞായിട്ടാ ഞാൻ കരുതിയേ. ഇപ്പൊ നിങ്ങളും വിഷമിക്കുന്നുണ്ടല്ലേ? കഷ്ടപ്പെടുന്ന കൈകളെക്കാൾ തിന്നുന്ന കൈകളാണ് കൂടുതൽ. എല്ലാം സഹിച്ചല്ലേ പറ്റൂ നമ്മള്. കാര്യമൊക്കെ ശരി തന്നെ, എന്നാൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മവും കൂടി ജോലിക്ക് പോകുന്നില്ലേ? നിന്റെ കാറ്ററിംഗും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പിസയുടെ ഒരു കുറച്ച് കാശ് മാത്രമേ ഉള്ളൂ. എന്നാൽ ചെലവ് കുന്നിന്റെ അത്രയുണ്ട്. അഞ്ജു ഇപ്പോ കോളേജിൽ പോവല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവള്. അവൾക്ക് എത്രയും പഠിക്കണമെന്ന് പറയുന്നോ അത്രയും പഠിപ്പിക്കണ്ടേ നമ്മള്? ഇനി അമ്മുവിന്റെ കല്യാണം എത്രയും വേഗം നടത്താൻ പറ്റുമോ അത്രയും വേഗം നമുക്ക് നടത്തണം. അതിഥിക്കും കോളേജിലൊക്കെ ചെലവുള്ളതല്ലേ. കാലം പഴയതുപോലൊന്നും അല്ലല്ലോ. നമ്മുടെ മക്കള് വേറെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ പോകുമ്പോ അവരുടെ അത്രയും ഇല്ലെങ്കിലും ആവശ്യങ്ങളൊക്കെ നടക്കാൻ കയ്യിൽ കുറച്ച് കാശെങ്കിലും വേണ്ടി വരില്ലേ? അതിനില്ല ഇവിടുന്ന് കൊണ്ടുവരുന്നൊന്നൊന്ന് പറ. നമ്മുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ ഓർക്കുമ്പോ എനിക്ക് ആകെ കൂടി ഭയവാ. 4 പെൺമക്കളുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ടെൻഷൻ ഇല്ലാത്ത എനിക്ക് നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് വെപ്രാളപ്പെടുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. സോറി, പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കായിരുന്നോ? അങ്ങനെയൊന്നും ഇല്ല മോനെ.
വേദാന്ത്, എന്തെങ്കിലും വേണമായിരുന്നോ നിനക്ക്? നിങ്ങളെ ഡിസ്കഷൻ എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മേ? വിക്കി വന്നേ. എന്താ പറ? ഇത് ഫുഡ് എടുക്ക. എനിക്ക് വേണ്ട. വിക്കി ഒരു മിനിറ്റ്. വിക്കി ഇന്ന് വരുമോ ഇല്ലയോ എന്നോർത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ഇന്ന് വന്നല്ലോ, എനിക്കിപ്പോഴാ ഒന്ന് സമാധാനായത്. ഞാൻ നിന്റെ സമാധാനത്തിന് വേണ്ടിയാ വന്നേന്ന് നീ വിചാരിക്കണ്ട. ഇതെന്റെ അമ്മാവന്റെ വീടാ. ഈ വീട്ടിലെ മരുമകനായി ഞാൻ എന്റെ കർത്തവ്യം ചെയ്യാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അത് അങ്ങനെയല്ല വിക്കി ഞാൻ പറഞ്ഞത്. വിക്കി വരണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു. അതുകൊണ്ട് നീ ആദ്യം മുത്തശ്ശിയെയും ഒരു 10 തവണ കോൾ ചെയ്തിട്ട് അവരത് എന്നോട് പറയാൻ വേണ്ടിട്ട് എന്നെ അത്രയും പ്രഷർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ ഇത്രയും വലിയ കാര്യം? ഒരു കാര്യം നീ ഓർമ്മയിലോ ചാർത്തി, നീ ഇങ്ങനെയൊക്കെ വളഞ്ഞു മൂക്ക് പിടിച്ചില്ലെങ്കിലും ഞാൻ ഇവിടേക്ക് എന്തായാലും വരുമായിരുന്നു. ഇല്ല വിക്കി, എന്റെ ഉദ്ദേശം നീ അതായിരുന്നില്ല. നിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ഇനിയും സംസാരിക്കണ്ട. എന്താന്ന് വെച്ചാൽ നിനക്കല്ലാതെ വേറെ ആർക്കും അതിനെപ്പറ്റി ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാക്കിക്കാനായിട്ട് നീ ഒട്ടും ശ്രമിച്ചിട്ടേയില്ല. സ്വന്തം ഭർത്താവിനെ ഇത്ര സീക്രട്ട് മറച്ചു വെക്കുന്ന നിന്റെ ഉദ്ദേശത്തെ ഞാൻ എങ്ങനെ വിശ്വസിക്കണമെന്നാ? വിക്കി സത്യമായിട്ട് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാം. ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ കുറിച്ച് നീ ആദ്യമൊക്കെ പറയുമ്പോ ഞാൻ എല്ലാം വിശ്വസിക്കുമായിരുന്നു. പക്ഷെ ഇനിയില്ല. ഇനി ആ ട്രസ്റ്റ് തിരിച്ചു വരണമെന്ന് ആലോചിക്കുമ്പോ തന്നെ ടെൻഷൻ ആവാം. ലൈഫിൽ എല്ലാത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന നിന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ അവസ്ഥ എത്രത്തോളം ദാരിദ്ര്യമാണെന്ന് നീ ആലോചിച്ചാൽ മതി. വിക്കി പ്ലീസ്. ഞാനും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന പ്ലീസ്. നമുക്കിടയിലുള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇതിന് വേറൊരാളോട് പറഞ്ഞ് അവർ എന്റെ അടുത്ത് വന്ന് ചോദിച്ച് ഞാനൊരു മോശക്കാരനാന്ന് പറഞ്ഞ് അവസാനം എന്റെ വീട്ടുകാരെ എനിക്ക് തന്നെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തരരുത് പ്ലീസ്. എന്തൊക്കെ വിക്കി പറയുന്നത്? അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വിക്കി കരുതുന്നുണ്ടോ? അമ്മ, നിങ്ങൾ ഹാളിൽ നിന്ന് ഇമോഷണൽ ആയിട്ട് ഇങ്ങോട്ട് വന്നെന്താന്ന് മനസ്സിലായി. ആക്ച്വലി ഞാൻ അമ്മയെ ഫോളോ ചെയ്തിരുന്നു. അമ്മയ്ക്ക് എന്തോ ഹേർട്ടായെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വാതിലിന്റെ അടുത്ത് വന്ന് നിന്നത്. നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു. ദയവായി എന്നോട് ക്ഷമിക്ക്. നിങ്ങളെ മനസ്സിലുള്ള വിചാരങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ വിചാരങ്ങളൊന്നുമില്ല മോനെ. റമിയുടെ സംസാരം കേട്ട് വെറുതെ തല ഉണ്ടാക്കണ്ട. ഞാനുണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുണ്ട് അച്ഛ. എന്നാലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തെറ്റായിട്ടൊന്നും എടുക്കരുത്. ഇൻഫാക്ട് ഞാൻ ഇന്ന് വീട്ടിലേക്ക് വന്നതും ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ കൂടി വേണ്ടിയാ. ഞാൻ ഈ പറയുന്നതൊക്കെ എന്റെ കടമയാ, അതിൽ തെറ്റ് വിചാരിക്കണ്ട. ഒരു പെൺകുട്ടിയുടെ പഠിത്തം കഴിഞ്ഞ് അവളുടെ കല്യാണം കഴിയുന്നവരെ എല്ലാ ചെലവുകളും വീട്ടുകാരനെ നോക്കേണ്ടത്. കല്യാണ ചെലവടക്കം അവരുടെ ഉത്തരവാദിത്വം. ഇപ്പൊ അച്ഛന് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സമയം കൂടെ അല്ലേ? അഞ്ജുവിന്റെ ഭാവിക്ക് വേണ്ടി കുറച്ച് പൈസയെങ്കിലും സേവ് ചെയ്യണമെന്നുള്ള കാര്യം എനിക്കും അറിയുന്നത് അമ്മേ. അതിന് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. അഞ്ജുവിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവളെ കല്യാണം കഴിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം അച്ഛ. ഒത്തിരി വലിയ മനസ്സാ മോനെ നിന്റെ. എന്നാൽ ഇത്ര വലിയ ഉപകാരത്തെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നീ എന്തുമാത്രം ചെയ്തു. അഞ്ജുന് ഫ്രീ സീറ്റ് കിട്ടാൻ വേണ്ടി തുടങ്ങി ആരതിയുടെ കല്യാണത്തിന് പോലും നിഴലായിട്ട് നിന്നല്ലേ നീ. എനിക്കൊത്തിരി പ്രായമായി മോനെ. ഈ അവസ്ഥയെ കടങ്ങളൊക്കെ ഒത്തിരി ഭാരാകും. അത് തീർക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. പ്ലീസ് അച്ഛ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇതൊന്നും ഉപകാരം എന്നൊന്നും പറയാനേ പറ്റില്ല. മകൻ അച്ഛന് വേണ്ടി ചെയ്യുന്നത് സഹായമല്ല, അതവന്റെ കർത്തവ്യോ. എന്റെ വീടിനും വീട്ടുകാർക്കും വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞ് ഞാൻ ഇതുവരെ ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ല. അഞ്ജു എന്റെ അനിയത്തി തന്നെ. അവക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യേണ്ട അച്ഛ. എന്നാല് വേദാന്ത് ഇല്ലമ്മേ,
നമ്മുടെ ആരതി ഇപ്പൊ എന്റെ അനിയന്റെ ഭാര്യയാണെങ്കിലും അവളെ ഞാൻ വേറെ വീട്ടിലെ കുട്ടിയായിട്ട് ഇതുവരെ കണ്ടിട്ടേയില്ല. ടിവിയിലും ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ വേദാന്ത് മേനോന്റെ കമ്പനി ഇത്രയും പ്രോഫിറ്റ് നേടി എന്നൊക്കെ പറയും. വലിയ കോടീശ്വരനെന്നാ വിചാരം. പക്ഷെ ഞാൻ ആ കാശൊക്കെ കൂട്ടിവെച്ച് എന്ത് ചെയ്യാനാ? എന്റെ കമ്പനിയുടെ അണ്ടറിൽ ഒരുപാട് സ്കൂളിലും കോളേജസിലേക്കും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ സഹായം കൊടുക്കുന്നുണ്ട്. എന്റെ സർക്കിളിലുള്ള എല്ലാവരെയും ഞാൻ സഹായിക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോ എന്റെ സ്വന്തം വീട്ടുകാരെ ഞാൻ സഹായിക്കണ്ടേ? ഞാൻ ഇനി എത്രത്തോളം വലിയ പൊസിഷനിലെത്തിയാലും ശരി, എനിക്കെല്ലാം എന്റെ കുടുംബമാണ്. ഒരു പെൺകുട്ടിയും പഠിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കരയരുത്. നമ്മുടെ അഞ്ജു ആണെങ്കിൽ വലിയ ഇന്റലിജന്റാ. അവളുടെ ടാലന്റ് ഒരിക്കലും നശിക്കാനും പാടില്ല. നല്ല മാർക്കും വാങ്ങിച്ചില്ലേ അവള്? അവൾക്ക് അവളുടെ ഭാവിയെ പറ്റി 100 സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊന്നും നമ്മൾ കാരണം പോവരുത്. നിങ്ങൾ രണ്ടാളും എന്നെ സ്വന്തം മകനായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് തടയരുത്. സ്വർണം പോലത്തെ മനസ്സാ മോനെ നിന്റെ. നിന്നെ പോലെ മനസ്സുള്ളവരെ പുണ്യം ചെയ്തവർക്ക് കിട്ടുള്ളൂ. എന്നാ നീ ഇപ്പൊ എങ്ങനെയാണോ ഇനി മുന്നോട്ടും അങ്ങനെ ആകാനേ പറ്റും. നീ നല്ല രീതിയിൽ സൂത്രശാലിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഞാൻ പറയുന്നൊന്നും കേൾക്കേം വേണ്ട. എന്ന വിക്കിയുടെ സംസാരത്തിന്റെ അർത്ഥം അത് തന്നെയല്ലേ വിക്കി? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ പിന്നെന്താ പറയണ്ടേ? നീ കരഞ്ഞ മോഹം വെച്ചിട്ട് അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാല് ഞാനാ മോശം എല്ലാവരും വിചാരിക്കാം. അതിലൊരു ഡൗട്ടുമില്ല. ഈ ഒരൊറ്റ കാര്യത്തില് നടന്നതൊക്കെ മതിയായി. ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാ മതി. വിക്കി, എന്നെ ഒരു കാര്യമില്ലാതെ പൂർണ്ണമായിട്ട് വെറുതെ തെറ്റിദ്ധരിക്കുക. എനിക്ക് എത്ര തന്നെ നോവായാലും എന്റെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി ഞാൻ എല്ലാം സഹിക്കുമെന്ന് വിക്കിക്ക് അറിയാം. എന്റെ വീട്ടിൽ നിന്ന് എന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നതും അത് തന്നെയാ. അങ്ങനെയുള്ളപ്പോ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വിക്കിയെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്തിനു താഴ്ത്തി പറയണം? ദൈവത്തിനാണ് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ മുത്തശ്ശിക്കോ ഏട്ടത്തിക്കോ ഒന്നും തന്നെ ഫോൺ ചെയ്തിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലാവും. നമ്മൾ രണ്ടുപേരുടെയും ഇത്രയധികം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ എല്ലാവരും നിനക്ക് വേണ്ടി എന്തിനാ സംസാരിക്കുന്നേ? അന്നുണ്ടായ സിറ്റുവേഷനിൽ ഞാൻ എല്ലാവരും മുമ്പിൽ നിന്റെ അടുത്ത് ഒച്ചയിൽ സംസാരിച്ചതല്ലാതെ ഞാനെന്ത് തെറ്റാ ചെയ്തേ? പറ. ഇവിടെ സത്യം പറയുകയാണെങ്കിൽ മോശക്കാരൻ ഞാൻ തന്നെയാ. വിക്കി ഒരുപാട് തവണയായി ഈ കാര്യം തന്നെ പറയുന്നു. ഞാൻ വിക്കി ഒരു തരത്തിലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ വിക്കിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാത്രം എന്തോ വലിയ പരിതസ്ഥിതിയിലാണെന്ന് വിക്കിക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? പിന്നെ എന്താ ഞാൻ വിചാരിക്കണ്ടേ? അല്ലേ തന്നെ എന്തിനു വിചാരിക്കണം? നീ ശരിക്കും അതുപോലെ തന്നെ ആയിരുന്നെങ്കിൽ നീ എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും സംസാരിക്കുമായിരുന്നു. നിനക്ക് എന്നോട് പറയാൻ പറ്റാത്ത കാര്യമായിരുന്നെങ്കിൽ നിന്റെ മനസ്സിൽ എന്ത് സ്ഥാനമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇല്ല വിക്കി, വിക്കി സ്വപ്നത്തിൽ പോലും അങ്ങനെ കരുതരുത്. വിക്കി മാത്രമാണ് എന്റെ ലോകം. കല്യാണത്തിന് മുന്നേ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു അതിനൊക്കെ കൂടുതലായിട്ട് ഞാനിപ്പോ വിക്കി സ്നേഹിക്കുന്ന. ആ വാക്കിന്റെ വില ഇപ്പൊ നഷ്ടപ്പെട്ടു പോയാർതി. നിന്റെ കണ്ണീര്, നിന്റെ ന്യായം, നിന്റെ നയം, നിന്റെ വിനയം എല്ലാം എന്റെ സ്വന്തം വീട്ടുകാർക്ക് ഒരു പാവം കൊച്ചെന്ന രീതിയിലാ അവരുടെ കണ്ണിൽ പ്രൊജക്റ്റ് ആവുന്നേ. പക്ഷെ നീ സത്യമായിട്ട് അങ്ങനെ ഒരാളല്ല. നിന്റെ ഈ മുഖംമൂടി കൊണ്ട് നിനക്ക് എല്ലാവരും പറ്റിക്കാൻ പറ്റുമായിരിക്കും. എന്നെ അതിന് കിട്ടില്ല. അമൂല്യ, 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 എങ്ങോട്ടാ നീ കൊണ്ടുപോകുന്നേ? അമൂല്യ, ആരെങ്കിലും കാണു നോക്ക്. അമൂല്യ,
അമൂല്യ, സഡൻ ആയിട്ട് നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ വാതിലടയ്ക്കുന്നേ? നിനക്ക് നീ കരയുവാണോ? സീരിയസ്ലി? എന്താ ഉണ്ടായേ? എന്റെ അമ്മ കരയുന്ന കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. കേരളത്തിൽ നീ കരഞ്ഞ നിന്റെ ഫാൻസിന് അത് ഇഷ്ടാവില്ല. നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങള് ഒരിക്കലും വേറെ ആരും ചെയ്തു തരില്ല വേദാന്ത്. നിന്നോട് എങ്ങനെ താങ്ക്സ് പറയണ്ടെന്ന് പോലും എനിക്കറിയില്ല. താങ്ക് യു. എന്റെ കഴുതക്കുട്ടി, വലിയ റൗഡി ബേബിയാന്ന് ഡയലോഗ് അടിക്കുന്ന നീയെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് കരഞ്ഞാലോ? ആരെങ്കിലും താങ്ക്സ് പറയുമ്പോ കരയോ? നീ എനിക്ക് ചെയ്ത ഹെൽപ്പിന് മുമ്പില് ഞാൻ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല വേദാന്ത്. കണ്ണീര് ഞാൻ അറിയാതെ വന്നത്. താങ്ക്സിന് കണക്കില്ല എന്ന് പറഞ്ഞു, കണ്ണീരിന് കണക്കുണ്ടോ? സ്നേഹത്തിന്റെ കാര്യത്തില് ഒരു തരത്തില് കണക്കുണ്ട് വേദാന്ത്. നീ ഒരു കവിത കേട്ടിട്ടുണ്ടോ? നക്ഷത്രമേ നീ മിഴികൾ അടയ്ക്കരുത്, അതിൽ നിറയെ എന്റെ പ്രണയമുണ്ട്. പ്രണയം സത്യമാണ് വേദാന്ത്. ഞാനിപ്പോ നിന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ എന്റെ ആയതുകൊണ്ട് മാത്രം. കമോൺ അമൂല്യ, നീ എന്തിനാ ഇത്രയും ഫീൽ ആവുന്നത്? ഫീൽ ആകാതെ പിന്നെ എങ്ങനെയാ വേദാന്ത്? നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ട് നീ എന്റെ അനിയത്തിയുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്തു. ഭാര്യയുടെ അനിയത്തിമാരുടെ ജീവിതത്തെക്കുറിച്ച് പല ഭർത്താക്കന്മാരും കെയർ ചെയ്യാറില്ല. അങ്ങനെയുള്ളപ്പോ നീ എന്റെ ചെറുക്കനായി. നീ എന്റെ ജീവിതത്തിൽ വന്ന ശേഷം നിന്റെ ഫാമിലി എന്റെ ഫാമിലി തന്നെയാ.